അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ടൊരു ദോശ ചുട്ടിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ടാക്കാം കേട്ടോ. ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ തളരരുത്. നമ്മൾ അടുത്ത ദോശയിൽ ട്രൈ ചെയ്ത് ശരിയാക്കും. ഓരോ തോൽവിയും വിജയത്തിനോടുള്ള മുന്നോടിയാണെന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ നമുക്കതിൽ വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ ദോശ പരിപാടി കഴിഞ്ഞു കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കി പുറത്തു നിന്ന് നോക്കിയപ്പോൾ ഇതേ നമ്മുടെ ആരുടെയോ പശു വന്ന് തൊടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ നല്ല കമ്പനിയാണ് കേട്ടോ. ഞങ്ങൾ കണ്ട് അങ്ങനെ ഫ്രണ്ട്സായി. ഇവൾക്ക് ആദ്യം എന്നെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ആരും ഒരു പേടിയില്ലാണ്ടായി. ഇവൾ വരണവും പോണും കണ്ട ഇത് ഇവളുടെ സ്വന്തം തൊടിയാ തോന്നും. നമ്മുടെ ടോബിയുടെ ശത്രുവാണ് കേട്ടോ ആ പശു. അപ്പോൾ ടോബി ആണെങ്കിൽ അവൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല, അറിയാണ്ട് സുഖമായിട്ടിരിക്കുകയാണ്. അതോ നീ വന്നിട്ട് കുറയ്ക്കാനുള്ള മടിക്ക് മിണ്ടാണ്ടിരിക്കുകയാണെന്നും അറിയില്ല കേട്ടോ. ടോബി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവൻ ഓരോ സമയത്ത് ഓരോ മൂടാ. പിന്നെ ഇന്ന് ചെറിയ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷോക്കേസിനുള്ളിൽ ഫുള്ള് പൊടി പിടിച്ചു. അപ്പോൾ ഇന്ന് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കേട്ടോ അമ്മയും ഞാനും കൂടിയിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ മോൾക്കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അച്ഛമ്മ അവിടെ ഹാജരായിരുന്നു കേട്ടോ. പിന്നെ എനിക്കുള്ള ചീത്തയാണ്, ഇവരെപ്പോഴും ഈ കൂട്ടിനുള്ളിൽ എന്തിനാ ഇടണേ, ഇവരെ അയച്ചു വിടുക. അപ്പോൾ ഒരു വൈകുന്നേരം വന്നിട്ട് നമുക്ക് പിടിച്ച് കൂട്ടിലിട്ടാൽ പോരെ എന്നൊക്കെ പറയണത്.